ഇന്നത്തെ നമ്മുടെ ഡിന്നറ് ക്യാപ്സിക്കം എഗ്ഗ് റൈസാണ് കേട്ടോ. ഞാൻ ഫേസ്ബുക്കിൽ എവിടെയോ ഒരു തമിഴ് റീലിൽ കണ്ടാണ്. കുറേ ദിവസമായി ഞാൻ ഉണ്ടാക്കണം വിചാരിച്ചത്. ക്യാപ്സിക്കം മുട്ടയില്ലാത്തത് കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ ലേറ്റ് ആയത് കേട്ടോ. എന്തായാലും നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യം തന്നെ ബസ്മതി റൈസ് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല വെന്ത് പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ടൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് മെയിനായി വേണ്ടത് ക്യാപ്സിക്കം അല്ലേ, അതും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് മുളക് പൊടി, ഗരം മസാല ഇട്ടിട്ട് ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് രണ്ട് എഗ്ഗ് ഞാൻ ചേർത്തുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനേക്കാൾ മുന്നേ നമുക്ക് ടൊമാറ്റോ സോസ്, സോയ സോസ്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാപ്സിക്കം എഗ്ഗ് റൈസ് റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനും പിള്ളേർ ഇതൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉമേഷ് ബിരിയാണി ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ബിരിയാണി മേടിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പിള്ളേർ, ഞാൻ വിചാരിച്ചു ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റായി പോകുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ പിള്ളേർക്ക് എൻ്റെ റൈസാണ് ഇഷ്ടമായത്. കാരണം ബിരിയാണി ഭയങ്കര എരിവായതുകൊണ്ടായിരിക്കും. അപ്പോൾ ശരി ചേട്ടാ.